ഞാൻ കിച്ചലൊക്കെ തുറന്ന് പറയുന്നുണ്ട്. ഇച്ചങ്ങനത്തെ ഞാൻ പേടിക്കുന്ന ഒരാളൊന്നുമല്ല. എന്താപ്പൊ തരുന്ന നാട്ടിൽ പറഞ്ഞാല് ആ മൊയിലേര് പിന്നെ 4 പവന് ഒരു ഓൺലൈൻ മജ്‌ലിസിന് ഒരു ഉമ്മ കൊണ്ടേ കൊടുത്തുത്തരേ എന്റെ ഫോട്ടോ വെച്ചിക്കണം. ഇൽമു പഠിച്ച ഒരാളും അതൊന്നും ചെയ്യൂല, അത് പറയില്ല. കാരണം അതൊക്കെ അഹ്ലുബൈത്തിനെ കുറ്റപ്പെടുത്തിയോനിക്ക് എന്ത് അല്ലേ? റസൂലുള്ളാഹിന്റെ പേരെ കുട്ടികളെ കുറ്റപ്പെടുത്തിട്ട് എന്ത് കാര്യം ഉണ്ടോ? ഓനക്ക് ആഖിറ ഉണ്ടാകുമോ? ഓനക്ക് ആഖിറ ഉണ്ടാകുമോ? പിന്നെന്തോ മൊയ്ലിയനാണോ ഓന്? പിന്നെ ഞാൻ അങ്ങനെ പേടിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനെ, കാരണം ഞാൻ 7-8 കൊല്ലായി വിവാദങ്ങൾ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഉണ്ട് വിവാദം. പറയുന്നവര് പോലും റബ്ബ് ആയിക്കോട്ടെ അല്ലേ? പറഞ്ഞവർക്ക് അല്ല കൊടുത്തിക്കണം. ആര് പറഞ്ഞാലും എന്ത് ചെയ്യും? അള്ളാഹു അതിന് ശിക്ഷ കൊടുക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇന്നൊക്കെ എത്ര സ്വർണ്ണ കിട്ടിയേ അത് കണ്ടില്ലേ? എന്തൊക്കെ ഒരു 3-4 പുതപ്പൊരു ഒരാൾ മോതിരപ്പൊക്കെ തന്നേനല്ലോ അല്ലേ? അള്ളാഹു ബറക. ഇതൊക്കെ ഒരു ഫാത്തിഹ ഓതണേ. ഇതൊക്കെ ഇത് എന്താ സ്വർണ്ണാരിക്ക? ഇപ്പൊ 23 മക്കളെ കല്യാണം, 25 കുട്ടികളെ കല്യാണ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു മോതിരം അള്ളാഹു ബറക. ഇന്ന് കുറെ കിട്ടിക്കണ്. ഇതെന്താ ഉമ്മ നീയത്ത് വെച്ച്? കുഴപ്പമൊന്നുമില്ലല്ലോ? രോഗമൊക്കെ മാറിയില്ലേ? അള്ളാഹുവിനെ രോഗം തരാതെക്കട്ടെ. തന്നൂർക്ക് നമ്മൾ ദ്വാരിക്കണം. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇനി ആരൊരു മോതിരം ഇതാർക്കാണ്? ഇതെന്ത് സംഭവം? ഇതൊരു അത്ഭുത. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഒരു 2 മക്കളെ കല്യാണം കഴിഞ്ഞു. 2 മക്കളെ റബ്ബിന്റെ ഖളാ ആണ്. 2 മക്കളെ എന്താക്കി? പെരേ കൊടുന്നാക്കി. ഇത്ര പെരേ കൊടുന്നാക്കി. പക്ഷേ 75 പവന് എന്താക്കി? ഓല കയ്യിൽ പെട്ടു. അങ്ങനെ കേസ് കൊടുത്തോ? കേസ് കൊടുത്തോ? എന്നിട്ട് കിട്ടിയില്ല. അവസാനം കൊടക്കാട് വന്നു. സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലാൻ പറഞ്ഞു. കണ്ണാറ് വാത്തിലാക്കാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച എല്ലാം കിട്ടി വെച്ചേക്കാന് ഒക്കെ കിട്ടി. എന്നിട്ട് താൽപ്പാപ്പൊക്കെ എന്നിട്ട് തന്നോ? ആരെ കണ്ണാറ് വാത്തിലാക്കിയ? ഇവിടെ ഞാന്. ആരെ കഞ്ഞി കുടിച്ച്? എന്ത് കഞ്ഞി? ചായ ആരുടെ കുടിച്ച്? എനിക്കെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. വേണ്ട, എത്തിയ മക്കൾ കിട്ടി. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇനി നമ്മളെ മക്കൾക്ക് അള്ളാഹു സന്തോഷമുള്ള കുടുംബജീവിതം കൊടുക്കട്ടെ. മനസ്സിലായില്ലേ? ആ മക്കളാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹു തരുന്ന നേമത്ത. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ കേട്ടോ. ഞാൻ ഫതില് പറയാൻ നേരത്തെ കുറെ സ്വർണ്ണം ഉണ്ടായിരുന്നല്ലോ. കുറെ സുഫിത്തങ്ങൾ പറഞ്ഞ നിങ്ങളെന്തേ ഫതില് പറഞ്ഞല്ലേ? ആ ഉമ്മ ഞാൻ കണ്ടു. ദർസിലെ മക്കൾ ഇൻഷാ ദർസിലെ മക്കൾക്ക് എത്ര ചാക്ക്? 15 കിലോ പൊടി, 5 കിലോ പഞ്ചാര, 1/2 കിലോ ചാക്ക്. എന്നാ കുറച്ച് മല്ലിയും മുളകും പോലെ തന്നിട്ട് ഞങ്ങള് മോതിരം തന്നു. ഉമ്മ എന്ത് മോതിരം തന്ന്? ഇപ്പൊ തന്നല്ലേ? എന്ത് തന്ന്? എന്തെങ്കിലും വിഷമം ഉണ്ടായിന്ന്? ഈ ഉമ്മാന്റെ കുട്ടിക്ക് മാനസികേന്നു. ഇപ്പൊ ഉമ്മ ഒരു മോതിരം തന്നിരുന്നു. നിങ്ങൾക്ക് തിരിച്ചു തന്നില്ലേ മോതിരം? മാനസിക നമ്മുടെ കൊടുന്നേന്നു. അൽഹംദുലില്ലാ മാനസികം മാറി. ഇനി അല്ലാഹു തരാതെക്കട്ടെ. ഈ ഉമ്മ പൈസ തന്നീന്നു. മകന് ഗൾഫിൽ പോയി കുറെ കുടുങ്ങി. ഇപ്പൊ റാഹത്തായി. നിങ്ങളെ മകന് മാനസികന്നു. അടിമിന് പെട്ടത് കാര്യമില്ല.